നമസ്കാരം. തരൂർ വീണ്ടും മോദിയെ പുകഴ്ത്തുന്നു. ഇതൊരു പുതിയ സംഭവമല്ല. തരൂർ ഓരോ നിമിഷവും മോദി സ്തുതിക്ക് വേണ്ടി തന്റെ വിലപ്പെട്ട സമയം ചിലവാക്കുമ്പോൾ എന്താണ് അതിന് പിന്നിലെന്ന് വിലയിരുത്തേണ്ടതുണ്ട്. തരൂർ വെറുമൊരു രാഷ്ട്രീയ നിരീക്ഷകനോ നേതാവോ മാത്രമല്ല, അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. അങ്ങനെ ഒരാൾ അതേ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം BJP പ്രസ്ഥാനത്തിന് സ്തുതി പാടുമ്പോൾ എന്താകും അതിനു പിന്നിലെന്ന് കാര്യമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നൊരു വലിയ സത്യത്തെ നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട്. ഭാരതത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാൾ വലുതാണ് നരേന്ദ്രമോദി എന്ന നേതാവിന്റെയും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെയും സ്വാധീനം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി വിവിധ രാഷ്ട്രീയ പാളയങ്ങളിലുള്ളവർ പോലും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മോദി ഇന്ത്യയെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നത്. അതിനെ തടയാൻ പരമ്പരാഗത പാർട്ടികൾക്കോ പഴയ രാഷ്ട്രീയ ചിന്തകൾക്കോ കഴിയുന്നില്ല എന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ശശി തരൂർ വീണ്ടും പൊതുവേദികളിൽ മോദിയെ പ്രശംസിക്കുകയും BJP-യിലേക്കുള്ള അദ്ദേഹത്തിന്റെ സമീപനം മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്യുന്നു. തരൂരിന്റെ രാഷ്ട്രീയ നിലപാട് എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ നേതാവിനെ അദ്ദേഹം അംഗീകരിക്കേണ്ടി വന്നു എന്നത് തന്നെയാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സത്യമായ ദിശ എന്താണ് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവ്. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നേടിയ മുന്നേറ്റങ്ങളാണ് ഇന്ന് അന്താരാഷ്ട്ര വേദികൾ പോലും തുറന്ന് അംഗീകരിക്കുന്നത്. വികസനം വാഗ്ദാനം ചെയ്യുക മാത്രമല്ല, അത് പ്രായോഗിക നിരപ്പിൽ തെളിയിക്കുകയാണ് മോദി സർക്കാർ ഈ കഴിഞ്ഞ നാളുകൾ കൊണ്ട് ചെയ്തത്. ലോകമാകെ സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും ഇന്ത്യയിൽ സ്ഥിരത ഉറപ്പാക്കിയത് ധീരമായ മോദിയുടെ തീരുമാനങ്ങളിലൂടെയാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ ഇന്ത്യയെ ആഗോള സാമ്പത്തിക രാജ്യങ്ങളുടെ മുൻപന്തിയിലേക്ക് നയിച്ചവയാണ്. ഇന്ന് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെ ഒരു രാജ്യവും ചെറുതായി കാണുന്നില്ല. അതിന് പ്രധാന കാരണം സ്വദേശ ആയുധ നിർമ്മാണം, തേജസ്, ബ്രഹ്മോസ്, അഗ്നി മിസൈലുകൾ, അതോടൊപ്പം അതിർത്തിയിലെടുത്ത മോദിയുടെ ഉറച്ച നിലപാടുകൾ എന്നിവയാണ്. റഷ്യ, US, UK, യൂറോപ്പ്, ഗൾഫ് രാജ്യങ്ങൾ എല്ലാവരും ഇന്ത്യയോട് സൗഹൃദം സ്ഥാപിക്കാൻ എന്ന് ആഗ്രഹിക്കുന്നു. മോദിയുടെ നയതന്ത്ര ശക്തി ഇന്ത്യയെ ഉണർത്തുന്നത് മാത്രമല്ല, ലോകശക്തികളിൽ ഒന്നായി ഉറപ്പിക്കുന്നത് കൂടിയാണ്. ശശി തരൂരിനെ പോലുള്ള ബൗദ്ധിക രാഷ്ട്രീയക്കാരൻ പോലും മോദിയുടെ സ്വാധീനം അംഗീകരിക്കുന്നത് ഇന്ത്യയിലെ പൗരന്മാരുടെ രാഷ്ട്രീയ ബോധത്തിന്റെ ഉയർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ കോൺഗ്രസ് പാർട്ടിയുടെ മുഖമുദ്രകളിൽ ഒരാളായ അദ്ദേഹം പോലും ഇന്ന് തുറന്നു പറയുന്നത് കോൺഗ്രസിന് ഇന്ത്യയെ നയിക്കാൻ ഇനി ശക്തിയില്ല എന്നത് തന്നെയാണ്. ജനങ്ങൾക്കും ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്നതാണ് വാസ്തവം. ഈ തിരിച്ചറിവാണ് തരൂരിനെ പോലും BJP-യിലേക്ക് സമീപിപ്പിക്കുന്നത് എന്നതാണ് സത്യം. ഇതുവരെ ഇന്ത്യയെ ഭരിച്ചു പോന്ന കോൺഗ്രസ് ഇന്ന് രാജ്യത്ത് ഏറ്റവും അന്യം നിന്നു പോകുന്ന പാർട്ടിയാവുകയാണ്. അതിന് നിരവധി കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഒരു വ്യക്തമായ നേതൃരേഖയില്ല എന്നതാണ് അതിൽ പ്രധാനം. രാജ്യത്തെ നയിക്കാനുള്ള ദിശാരേഖ പോലും വ്യക്തമല്ല പാർട്ടി. അവർ ഇപ്പോഴും പഴയ രാഷ്ട്രീയ രീതികളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അത് പുതിയ ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുമില്ല, അറിയുന്നുമില്ല. പല സംസ്ഥാനങ്ങളിലും അവർക്കൊന്നും ചെയ്യാനോ ചെയ്തത് എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാനോ പോലുമില്ല. കേന്ദ്രത്തിൽ വന്നാലോ വികസനത്തിന്റെ പാതയിൽ ഇന്ത്യ പിന്നോട്ട് പോകുമെന്ന ഭയം ജനങ്ങളിലുണ്ട്. ഇതേ കാരണങ്ങളാൽ തന്നെയാണ് പ്രമുഖർ പോലും മനസ്സിലാക്കുന്നത് ഇനി ഭാരതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുക മോദിക്കും അദ്ദേഹത്തിന്റെ വികസന ചിന്തകൾക്കും മാത്രമാണ് എന്ന്. മോദിയുടെ ഇന്ത്യ വികസനത്തിന്റെ പുതിയ മാതൃകയാണ് എന്നതിന് ഇന്ത്യ ഇന്ന് മുന്നോട്ട് പോകുന്ന ഓരോ മേഖലയും തെളിവാണ്. ഇന്ത്യയിൽ നടന്നത് ഡിജിറ്റൽ വിപ്ലവം തന്നെയാണ്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം വേഗതയാർന്ന ഹൈവേകൾ, അത്യാധുനിക വിമാനത്താവളങ്ങൾ, ബുള്ളറ്റ് ട്രെയിൻ കാൽവയ്പുകൾ, ഇവ ഇന്ത്യയുടെ വികസന വേഗത എത്രയാണ് എന്ന് വ്യക്തമാക്കുന്നു. സാമൂഹ്യ സുരക്ഷ മുൻനിർത്തി ആരംഭിച്ച ജനധൻ അക്കൗണ്ടുകൾ, സ്വച്ഛ് ഭാരത്, ഉജ്ജ്വല പദ്ധതി, ആയുഷ്മാൻ ഭാരത്, ഇതൊക്കെ മോദി സർക്കാർ അവതരിപ്പിച്ച സാധാരണ ജനങ്ങൾക്ക് നേരിട്ട് സഹായകരമായ പദ്ധതികളായിരുന്നു. തരൂരിനെ പോലുള്ള പ്രതിപക്ഷ നേതാക്കൾ പോലും മോദിയുടെ നേതൃത്വം അംഗീകരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിനൊരു പുതുവഴിയാണെന്ന് പറയും. ഇന്ത്യൻ ജനത വികസനത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്, പഴയ വാഗ്ദാനങ്ങളെ അല്ല. നാളെ എന്ത് സംഭവിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്: ഇന്ത്യ ഇന്ന് സ്വപ്നം കാണുന്ന രാജ്യമല്ല, അത് നേടിയെടുക്കുന്ന രാജ്യം തന്നെയാണ്. ഈ ആത്മവിശ്വാസവും ശക്തിയും ഇന്ത്യക്ക് നൽകിയത് മോദിയുടെ ഭരണമാണ്. തരൂരിന്റെ ഇപ്പോഴത്തെ പ്രശംസയോ രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള സൂചനയോ വെറും ജൽപ്പനമല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യ ബോധമാണ് അവിടെ കാണുന്നത്. കോൺഗ്രസിന്റെ തകർച്ചയും BJP-യുടെ ഉയർച്ചയും ഒരു സാധാരണ രാഷ്ട്രീയ മാറ്റമല്ല. ഇന്ത്യയുടെ വികസന പ്രയാണത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ശരിയായ ദിശയാണ്. അതിനാൽ തന്നെ ഇന്ത്യയുടെ ഭാവിയിൽ മോദിയുടെ ശക്തിയും നേതൃത്വവും തന്നെ നിർണായകമാണ്.
ഇത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് തരൂരിനെ പോലുള്ളവർ പോലും ഇന്ന് തുറന്നു പറയുന്നത് ഇന്ത്യയുടെ ഭാവി വികസന പാതയിൽ ഉറച്ചു നിൽക്കുന്ന നേതാവാണ് മോദി എന്ന്.